ഹായ് ഫ്രണ്ട്സ്, ഇത് റൂഫിംഗ് കോട്ട്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് റൂഫിംഗ് കോട്ട് ചെയ്യുന്നത് സ്പ്രേ ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേങ്കിൽ പാർട്ടിക്കാർക്ക് ഒരേ നിർബന്ധം ബ്രഷ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അടുത്തുള്ള വീട്ടിലെ കാറും ചെടിയും എല്ലാം സ്പ്രേയിൽ മുങ്ങുന്നത് കാരണം പാർട്ടിക്കാർ അതിനെ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ബ്രഷ് ചെയ്തത്. ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റിസ്ക്കാണ്. കാരണം പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയല്ല ബ്രഷിങ്. അതുമാത്രമല്ല, ഈ ഭാഗത്തെല്ലാം ഭയങ്കര ചൂടുമാണ്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അതിഭയങ്കരമായ മഴയും വരും. മഴയ്ക്ക് മുന്നേ ഇത് തീർത്തില്ലെങ്കിൽ താഴെ ബക്കറ്റ് വെച്ച് പെയിൻറ്റ് പിടിക്കേണ്ട അവസ്ഥയാണ്. സാധാരണ പെയിൻറ്റേഴ്സൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു തമാശ രൂപേണ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ടും റോളർ എടുത്ത് ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ വർക്കായില്ലേ, വളരെ എളുപ്പമുള്ള പണിയാണ് അല്ലേ. ഓരോ വർക്കിനും അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളുണ്ട്. ഹൈറ്റിലൊക്കെ ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. തമാശയാണെങ്കിലും അത് കേൾക്കുമ്പോൾ ബിഗിനേഴ്സിന് ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം തോന്നാറുണ്ട്. ഇത് നല്ല വെയിലത്തായത് കാരണം വേർപ്പ് കാലിന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഭയങ്കര വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ അതിഭയങ്കരമായ ചൂടാണ്. ഒരു നിശ്ചിത സമയം മാത്രമേ ഓടിൻ്റെ മുകളിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. കാലും കൈയും എല്ലാം പൊള്ളുന്ന ഒരു സംഭവമാണ്. നല്ല കമ്പനിയുടെ കോട്ടിങ് തന്നെയാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. റൂഫിംഗ് കോട്ട് ചെയ്യുമ്പോൾ പ്രതലം എത്ര വൃത്തിയാക്കാൻ പറ്റുന്നോ അത്രയും നല്ല രീതിയിൽ തന്നെ പ്രതലം വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം കോട്ടിങ് ചെയ്യുക. ഇപ്പോൾ മഴയല്ലേ വരാൻ പോകുന്നു, അതിനു മുന്നേ റൂഫിംഗ് കോട്ട്, ലീക്ക് ഇതെല്ലാം വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു ടൈം കൂടിയാണ് ഇത്.